എല്ലാവർക്കും ലൈഫ് ലെൻസ് കാഴ്ചപ്പാടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇത്തരം ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അത് മറ്റൊന്നുമല്ല, എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കൾ വലിയ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. കടബാധ്യതകളുണ്ട്, മാനസിക സമ്മർദ്ദമുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകൾ പലപ്പോഴും ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല. ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുക, ആളുകളിൽ നിന്ന് മാറി നടക്കുക, ഇത്തരം ഒരു കാര്യങ്ങളിലാണ് ഇത്തരം ആളുകൾ എത്തിപ്പെടുക. വല്ലാത്ത മാനസിക സമ്മർദ്ദമുള്ള ആളുകൾക്ക് പലപ്പോഴും നമ്മളോട് സംസാരിക്കണമെന്ന് തോന്നുന്നില്ല, ആരോടും സംസാരിക്കണം തോന്നുന്നില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആദ്യം കണ്ടെത്താൻ കഴിയും. ആഴത്തിൽ നമ്മൾ അതിനെ പഠിച്ചാൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അവിടെ നമ്മുടെ വിജയം തുടങ്ങും. കാരണം നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ആഴത്തിൽ പഠിക്കാതെ നമ്മളെ സ്വയം പഴിച്ച് മറ്റുള്ളവരെ പഴിച്ച് നമ്മുടെ സമയം തള്ളി നിൽക്കാതെ നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്ന് ആഴത്തിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിലൂടെ നമുക്ക് സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാൻ പറ്റും. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാവും, നമ്മളോട് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ട്. ആ വിശ്വാസമാണ് നമ്മൾ ആർജിക്കേണ്ടത്. ആ ശക്തിയാണ് മനസ്സുകൊണ്ട് നമ്മൾ നേടേണ്ടത്. അങ്ങനെ നേടിക്കഴിഞ്ഞാൽ സക്സസ് നമുക്കൊപ്പം ഉണ്ട്, വിജയം നമുക്കൊപ്പം ഉണ്ട്. വിജയം ഉണ്ടായാൽ എല്ലാവരും നമുക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ വിജയിക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല, പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇത്തരത്തിൽ വിഷമിച്ച് പോകാതെ നമ്മൾ കൃത്യമായി അതിന് പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോയാൽ നമുക്ക് സന്തോഷമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ പ്രായത്തെ പഠിക്കാറുണ്ട്. ഇത്രയും പ്രായമൊക്കെ ആയി, ഇനി എനിക്കിതൊക്കെ സാധിക്കും. പക്ഷെ പ്രായം ഇറ്റ്സ് ഓൺലി നമ്പേഴ്സ്. അത് വെറും അക്കങ്ങളാണെന്ന് തിരിച്ചറിയുക. മനസ്സിന്റെ ആത്മവിശ്വാസവും ബലം തന്നെയാണ് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് നമ്മൾ വേദനിച്ച് വിഷമിക്കാതിരിക്കുക, നമ്മൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഇത്തരം പ്രതിസന്ധികളിൽ നിന്നൊക്കെ കടന്നു വരാൻ നമുക്ക് കഴിയും. പലപ്പോഴും ഈശ്വര സന്നിധിയിലേക്ക് നമ്മൾ പോകുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ നിന്നൊക്കെ വളരെ ശക്തി ആർജിക്കാൻ, മനസ്സിന് ശക്തി ആർജിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ കാരണം. ചില നിരീശ്വരവാദികളൊക്കെ എന്നോട് വിയോജിക്കാം, പക്ഷെ അത് നമുക്ക് തരുന്നൊരു നല്ല സുഖമുള്ള അനുഭവമുണ്ട്. അതൊക്കെ അനുഭവിച്ചാൽ നമ്മുടെ ജീവിതത്തില് ഈ ഭക്തി അനുഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറും. നമുക്ക് നല്ല തെളിഞ്ഞ മനസ്സുണ്ടാകും. നമ്മുടെ തെളിഞ്ഞ മനസ്സിലൂടെ നമ്മൾ സന്തോഷമായി പ്രശ്നങ്ങളെ ഭയക്കാതെ അതിനെ അഭിമുഖീകരിക്കാനായിട്ടുള്ള ധൈര്യം ആർജിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് തന്നെ പരിഹാരം കണ്ടെത്താൻ കഴിയും. അപ്പൊ അത്തരം ആളുകളാണ് നിങ്ങൾ അങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. അത് നമ്മൾ കാണാതെ മാറി നിൽക്കുകയാണ്. നമ്മളത് കാണുന്നില്ല. നമ്മുടെ കൂടെയുണ്ട് ആ പ്രശ്നത്തിനുള്ള പരിഹാരം. പക്ഷെ നമ്മളത് കാണാതെ നമ്മൾ സ്വയം പഴിച്ച്, നേരത്തെ പറഞ്ഞതുപോലെ സ്വയം പഴിച്ച് വേദനിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സമയം കളയുകയാണ്. നമ്മൾ ആ സമയം പാഴാക്കാതെ നമ്മളിരുന്ന് ചിന്തിച്ച് നന്നായി ഒരു മറുപടി നമുക്ക് ലഭിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു മറുപടി ലഭിക്കും. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. വീണ്ടും സന്തോഷമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത ഒരു സമയം ഉണ്ടാവില്ല. നമ്മളിപ്പോ ഈ പ്രതിസന്ധിയിൽ കടന്നു കയറിയാൽ അടുത്തൊരു പ്രതിസന്ധി വേറെ വരും. പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ജീവിതം. അപ്പൊ പ്രതിസന്ധികളെ നമ്മൾ എത്ര സന്തോഷമായിട്ടും ധൈര്യമായിട്ടും മുന്നോട്ട് പോകുന്നു എന്നുള്ളിടത്താണ് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുക. അപ്പൊ സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾക്കൊരു ജീവിതമേ ഉള്ളൂ. അത് ഏറ്റവും സന്തോഷമായിട്ട് സമാധാനമായിട്ട്. പിന്നെ ഈ സമാധാനം സന്തോഷമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ്. നമ്മൾ വെറുതെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ആദ്യ പിടിച്ചിട്ടൊന്നും സംഭവിക്കാനില്ല. നമ്മൾ ആദ്യ പിടിക്കും തോറും നമ്മുടെ ആദ്യ വർദ്ധിക്കാന്നതായിട്ട് മറ്റൊന്നും സംഭവിക്കില്ല. നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും. ഇതിനൊന്നും കാര്യമില്ല. നമ്മൾ കുറച്ചു കാലം ആദ്യം ജീവിക്കുന്നുള്ളൂ. മരണം ഉറപ്പാണ്, അത് സത്യല്ലേ. അതിനപ്പുറത്ത് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും മാനസികമായി വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണരണം. നിങ്ങൾ തീർച്ചയായിട്ടും വളരണം. ഉണർന്നാൽ മാത്രമേ നമുക്ക് വളരാൻ കഴിയുള്ളൂ. ഉണരാന്ന് ഞാൻ പറയുന്നത് മനസ്സിന് ബലമുണ്ടാക്കുക, ശക്തി ഉണ്ടാക്കുക, സമാധാനമായിട്ടിരുന്ന് ചിന്തിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇനി ആരും വേദനിക്കാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ച് അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് സന്തോഷമായിട്ട് എല്ലാവർക്കും
സമാധാനമായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത കാഴ്ചപ്പാടിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.